You've been talking about patience, hoping forever. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലൻ CC അങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 റെക്ടാങ്കിൾസ് മാത്രമേ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ് ടൈമും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ബട്ട് ആ ഒരു CCയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു പ്രിവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വളരെ എഫക്റ്റീവായിട്ട് നല്ലൊരു HDR കിഡിലൻ CC ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഫയൽ, അതായത് ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 ലേയേഴ്സാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റത്തെ റെക്ടാങ്കിൾ നമ്മൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, അതിൽ അതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ ആഡ് എഫക്ട്സിൽ വരാം, ബ്ലറിൽ വന്നിട്ട് ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുക്കുക. ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കുറച്ച് മാറ്റം വരുത്തണം. ഇപ്പോൾ 0.150 ഉണ്ടാവുക, അത് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു 0.230 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ബാക്ക് വരിക. ഇനി നമ്മൾ എന്ത് വെച്ചാൽ ആഡ് എഫക്ട്സിൽ വരാം, കളർ ആൻഡ് ലൈറ്റിൽ വരാം, എക്സ്പോഷർ ആൻഡ് ഗാമയാണ് നമ്മൾ അടുത്ത് കൊടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി എക്സ്പോഷർ ആൻഡ് ഗാമ കൊടുത്ത ശേഷം എക്സ്പോഷറിൻ്റെ വാല്യൂ നമ്മൾ കുറച്ച് കൊടുക്കാം. ഒരു -1 കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കാം. -1.50 ഈ ഒരു റേഞ്ചിൽ നമ്മൾ എക്സ്പോഷർ സെറ്റ് ചെയ്യാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വന്ന ശേഷം നമ്മൾ ആ റെക്ടാങ്കിൾ വീഡിയോ എൻഡ് വരെ സെറ്റ് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്ന ശേഷം ഡിഫറൻസിൽ സബ്സ്ട്രാക്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് 100% അതിൻ്റെ ഒപ്പാസിറ്റി വന്ന് നമ്മളൊരു 75 സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടുത്ത റെക്ടാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. നമ്മളത് വന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതേപോലെ ഫിൽ സ്ക്രീൻ കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലും നമ്മൾ ഫസ്റ്റ് ആഡ് എഫക്ട്സിൽ വന്ന് കോപ്പി ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കേണ്ടത്. കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷനിൽ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി കൊടുക്കുക. ഇതിൽ കളർ 1 വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക, അതുപോലെ തന്നെ കളർ 2 വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇതേപോലെ 2 കളർ നമ്മൾ കൊടുത്ത ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് മോഡ് ഉണ്ടാവും, അത് നോർമലിൽ നമ്മൾ മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ എഫക്റ്റ് പറയുന്നത്. ദെൻ നമ്മൾ അഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം നമുക്ക് കളർ ആൻഡ് ലൈറ്റിൽ ഏറ്റവും താഴേക്ക് വന്നാൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ സാച്ചുറേഷൻ വന്ന് നിങ്ങൾക്ക് എത്രയാണ്, നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ സാച്ചുറേഷൻ കൊടുക്കുക. ഓൾറെഡി നിങ്ങളുടെ ക്ലിപ്പിൽ നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്പാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അഥവാ ഒരു ഡാർക്ക് ക്ലിപ്പാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ആ ഒരു വാല്യൂ കൊടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഇതിലൊരു 75-76 ആ റേഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിൽ വരാം. അടുത്തതായി എക്സ്പോഷർ ആൻഡ് ഗാമയാണ് കൊടുക്കേണ്ടത്. ഈ ഒരു എക്സ്പോഷറിൻ്റെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോസിൽ എത്രയാണോ എക്സ്പോഷർ, അതായത് നിങ്ങളിപ്പോൾ ഞാൻ കൊടുക്കുന്ന വാല്യൂ കൊടുക്കുമ്പോൾ കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വാല്യൂ കുറച്ച് കൊടുക്കുക. ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വന്ന് 0.70 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് എഫക്ട്സിൽ വന്നിട്ട് ബ്ലറിൽ ഷാർപ്പൻ ആഡ് ചെയ്യുക. ഷാർപ്പൻ ആഡ് ചെയ്ത ശേഷം ഷാർപ്പൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ 1 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അത്ര കൊടുക്കുന്നില്ല, ഒരു 0.3035 ആ റേഞ്ചിൽ ഷാർപ്പൻ്റെ വാല്യൂയും കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ലെയറും നമ്മൾ വീഡിയോ എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഈ ഒരു 2 ലെയർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പിൽ വന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഓഫാക്കി കാണിച്ചു തരാം. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റിലെ ആ ഒരു ലെയർ, അതായത് ഒരു എഫക്റ്റ് ആഡ് ചെയ്യാനുള്ള ലെയറാണ് ഇത്, ബേസ് ലെയർ. അത് കഴിഞ്ഞിട്ടുള്ള 2 ലെയർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു HDRൻ്റെ ആ ഒരു സംഭവം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, വളരെ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സംഭവം. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അഗെയിൻ നമ്മൾ ഒരു ലെയർ ആഡ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് വന്നിട്ട് ഗ്രേഡിയൻ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇതേപോലെ ഗ്രേഡിയൻ്റ് ഓപ്ഷൻ കൊടുത്ത ശേഷം ഈ ഒരു പോർഷൻ നമ്മൾ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്യുക, അതായത് സെൻട്രൽ പോർഷൻ, അതായത് ഈ ഒരു ലൈൻ വരുന്ന രീതിക്ക് കറക്റ്റ് സെറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റത്തെ കളർ വന്ന് നമ്മൾ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കുകയാണ്. മുകളിൽ താഴെ വന്ന് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കുക. ഫസ്റ്റത്തെ കളർ ട്രാൻസ്പെറൻറ്റും രണ്ടാമത്തെ കളർ ബ്ലാക്കും ഈ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് വെച്ചാൽ ബാക്ക് വരിക, എന്നിട്ട് ആ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട്
ലൈറ്റനിലല്ല കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ഓവർലേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ബ്ലെൻഡിങ് മോഡ് ഉണ്ട്, അത് കൊടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി വന്ന ഒരു 85%ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ലെയറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, വീഡിയോ എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ഒരു ഫ്ലിക്കർ എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും എൻഡിലുള്ള ലെയർ യൂസ് ചെയ്യുന്നത്. ഫ്ലിക്കർ എഫക്റ്റ് മാത്രമല്ല, കുറച്ച് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക ചില പോർഷൻസിൽ. ഓക്കെ, അതുകൊണ്ട് നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്തൊരു ലെയർ ആഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക, എഫക്ട്സ്, ആഡ് എഫക്ട്സിൽ ഫസ്റ്റ് നമ്മൾ കോപ്പി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. കോപ്പി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വന്ന ശേഷം എക്സ്പോഷർ ആൻഡ് ഗാമ കൊടുക്കുക. എക്സ്പോഷർ പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ താല്പര്യം ആ ഒരു രീതിക്ക് എക്സ്പോഷർ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒന്നൊരു 1ലേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വന്ന ശേഷം അഗെയിൻ ആഡ് എഫക്ട്സിൽ വന്നിട്ട് നമ്മൾ ഫ്ലിക്കർ എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, ചെറിയൊരു ഫ്ലിക്കർ എഫക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൊടുത്ത ശേഷം ഫ്രീക്വൻസി വന്ന് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുകയാണ്, സ്ട്രെങ്ത്തും വന്ന് ഫുള്ളാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സീഡും വന്ന് നമ്മൾ 10ലേക്ക് കൊടുക്കുക, അതായത് എല്ലാം ഫുള്ളാക്കി കൊടുക്കുക ഇതേപോലെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്ന ശേഷം ഒരു 70%ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെയറിൻ്റെ ഒപ്പാസിറ്റി വന്ന് 70%ലേക്ക് സെറ്റ് ചെയ്യുക. നമ്മൾ ഇതേപോലെ ഫുള്ളാക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ CC ഫൈനലി സെറ്റ് ആയിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഒരു നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും, പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ഫ്ലിക്കർ എഫക്റ്റും അതേപോലെ തന്നെ ഒരു HDR CC നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ ആഫ്റ്റർ ബിഫോർ ഞാൻ കാണിച്ചു തരാനാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ ഫസ്റ്റ് ഒരു എഫക്റ്റും ആഡ് ചെയ്യാത്തപ്പോൾ ഉള്ള ആ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ 4 ലേയേഴ്സും ആഡ് ചെയ്ത ശേഷമുള്ള ആ ഒരു ക്ലിപ്പ്. അപ്പോൾ എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരു അടിപൊളി CC വീഡിയോ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ എഡിറ്റേഴ്സ് ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.